ഹായ് നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മധുരം കൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ പുതുവർഷമാണ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരു പാൽപ്പായസം തന്നെ ആയിക്കോട്ടെ. ഈ വർഷത്തെ ആദ്യത്തെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോ വേറെ ഉണ്ടായിട്ടുണ്ട്, മൂന്നാമത്തെ വീഡിയോയാണ് ഈ വർഷത്തെ, പക്ഷേ റെസിപ്പി ആദ്യത്തേതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാൽപ്പായസത്തിൽ തുടങ്ങാം. അപ്പോൾ നന്നായിട്ടൊരു പാൽപ്പായസം ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് പാല് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റാൻ നിൽക്കണ്ട, കാരണം നമ്മൾ ഈ പാലിലാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 1 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ 1/2 കപ്പ് അരി വേകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് അരി കൊണ്ടുള്ള പാൽപ്പായസം ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാൽ എടുക്കുന്നത്. അന്ന് 2 കപ്പാണ് ഞാനിപ്പോൾ മാറ്റി തിളപ്പിച്ച് വെച്ചത്. നമുക്കൊരു അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് എന്ന് പറയുമ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 4-5 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ ഏലക്കായ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള റൈസാണ് ചേർക്കുന്നത് കേട്ടോ. അതായത് ഒരു വെള്ളം നല്ല പോലെ ക്ലിയർ ആകുന്നത് വരെ, അതായത് വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് മാറുന്നത് വരെ കഴുകിയതിന് ശേഷം ഉണക്കിയെടുക്കണം അരി കണ്ടോ. 1/2 ഗ്ലാസ് അരി, ഇതുപോലൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പായസം റൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ആ റൈസാണ് എടുത്തത് കേട്ടോ. ഈ റൈസ് ഇപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, എന്നാൽ അരിയൊക്കെ ഇങ്ങനെ പൊരിഞ്ഞു വരും. അതുകൊണ്ട് തീ നേരെ കുറച്ച് വെച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ അരി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ. അപ്പോൾ വഴറ്റിയതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ പാല് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പാല് ചേർത്ത് പാല് നന്നായിട്ട് തിളച്ച് അരിയൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാകാൻ തുടങ്ങണം. അതായത് ഒരു പകുതി വേഗമാകണ്ട, എന്നാൽ ഒന്ന് വെന്ത് തുടങ്ങി വേണം. അത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അരി ഒട്ടും വേകാതെ നമ്മൾ പഞ്ചസാര ചേർത്താൽ അരി വേകാൻ ഒരുപാട് ടൈം എടുക്കും, പെട്ടെന്ന് കുക്കാകില്ല. ശർക്കരയോ പഞ്ചസാരയോ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അരി പിന്നെ വേഗം ഒരുപാട് ടൈം എടുക്കും. അതിപ്പോൾ ഒന്ന് വെന്ത് തുടങ്ങിയതിന് ശേഷം വേണം പഞ്ചസാര ചേർക്കാൻ. അപ്പോൾ പിന്നെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുക്കാകും. അതുപോലെ അരി അങ്ങ് വെന്ത് പോയതിന് ശേഷം പഞ്ചസാര ചേർത്താലും പായസം നന്നാവില്ല. കണ്ടോ, ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയൊക്കെ ഇടുന്നിട്ട് നല്ലപോലെ അരി ഒന്ന് കുറേ ടൈം എടുത്തിട്ട് കുക്കായി വന്നാലേ നമ്മുടെ പാൽപ്പായസത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഞാൻ അരി എടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ ഏകദേശം ഇങ്ങനെ ഒരളവിൽ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. മധുരം നോക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാൽപ്പായസത്തിന് ഇച്ചിരി മധുരം കൂടുതൽ വേണം. അതായത് ഇതിൻ്റെ ഈ അരിയിൽ നന്നായിട്ട് അരി വെന്ത് വരുമ്പോൾ ആ ചോറിലുണ്ടല്ലോ നല്ലപോലെ മധുരം പിടിച്ചിട്ടുണ്ടാവണമെങ്കിലേ പാൽപ്പായസം നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പഞ്ചസാര കിടന്ന് തന്നെ ഇനി ബാക്കി ഉള്ള വേഗ്, അതായത് ഒരു 3/4 വേഗ് ബാക്കി നിൽക്കുമ്പോൾ വേണം പഞ്ചസാര ചേർക്കാൻ. ഇനി ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ ബാക്കി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാല് നന്നായിട്ട് കാച്ചി കുറുക്കിയെടുത്ത പാലാണ് കേട്ടോ. അതായത് ബാക്കി ഉണ്ടായിരുന്ന ഈ 1 ലിറ്റർ പാലിൽ ആദ്യം എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പാലിൽ ഒരല്പം വെള്ളം ചേർത്ത് ഞാൻ തിളപ്പിക്കാനായിട്ട് തൊട്ടടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കാച്ചി വറ്റിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്തത്. അതായത് പായസം വറ്റി വെന്ത് വന്ന് കഴിയുമ്പോഴേക്ക് പിന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വെള്ളത്തിൻ്റെ ചുവ ഒട്ടും നിൽക്കരുത്, എന്നാലും നമ്മുടെ പാൽപ്പായസം നന്നാവും. അപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി, പായസം ഒരുപാട് അങ്ങ് കുറുകിപ്പോകരുത് പാൽപ്പായസം. പാകമായി വന്നപ്പോഴേക്ക് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തു. പാൽപ്പായസം വെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ബട്ടർ ചേർത്ത് ഒരല്പം ഏലക്കായയും ചേർത്തു. ഏലക്കായപ്പൊടിയും ചേർത്തു. അപ്പോൾ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായി വന്നപ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ
കാഷ്യൂനട്ട്, റൈസൻസും, മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്നും ഇഡ്ഡലിയിലും കുഴപ്പമില്ല. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പാൽപ്പായസത്തിൽ, അതായത് അമ്പലപ്പുഴ പാൽപ്പായസം, ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന പാൽപ്പായസത്തിലൊന്നും തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ നട്ട്സോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാറുണ്ട്, അതുകൊണ്ട് ചേർത്തൊന്ന് മാത്രം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.